ഡിയേഴ്സ് എല്ലാവർക്കും മോം ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു കാര്യമാണ്. നമ്മൾ സോപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും സോപ്പിൻ്റെ കളറൊക്കെ മാറി. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ഗ്രീൻ കളറായിരിക്കും, പക്ഷേ അത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും വൈറ്റ് കളറിലേക്ക് എന്താണ് മാറുന്നത് എന്നുള്ളത്, അത് നമ്മൾ അതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കളർ ഫെയ്ഡായി പോകുന്നതാണ് കേട്ടോ. അതിനായിട്ടാണ് നമ്മുടെ കോസ്മെറ്റിക് ഗ്രേഡിലുള്ള കളേഴ്സ്. ഇത് നമുക്ക് സോപ്പ്, ഫേസ് വാഷ്, അതുപോലെ തന്നെ ഷാമ്പു എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന കളറുകളാണ്. കോസ്മെറ്റിക് ഗ്രേഡഡ് ആണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് എന്തൊക്കെ കളറുകളാണ് എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ കയ്യിൽ 10 ml ഉണ്ട്, 5 ml ഉണ്ട്, 20 ml ഉണ്ട്, 50 ml ഉണ്ട്. നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമ്മൾ കളറുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കളറ് ലാവൻഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതേ ഈ കളറാണ് ലാവൻഡർ വരുന്നത്. അപ്പോൾ ഓരോ കളേഴ്സും നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കളറ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സാൻഡൽ കളറാണ്. ഇതാണ് നമ്മുടെ പിയേഴ്സ് സോപ്പിനൊക്കെ കൂടുതൽ യൂസ് ചെയ്യുക കേട്ടോ, സാൻഡൽ കളറ്. നമുക്ക് 1, 2, 3 ഡ്രോപ്പൊക്കെ ആഡ് ചെയ്യുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ നമ്മുടെ സോപ്പിന് കളർ കിട്ടും കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഏത് കളറാണെന്ന് നോക്കാം. അപ്പോൾ സാൻഡൽ കളറാണ് ഈ കാണുന്നത്. ചോക്ലേറ്റ് കളർ പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. അത് ഈ ഒരു ഷെയ്ഡാണ് നമുക്ക് സാൻഡൽ കളർ വരുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് നമ്മുടെ ഗ്രീൻ കളറാണ് കേട്ടോ. ഗ്രീൻ കളർ നമുക്ക് പച്ച കളറിലുള്ള സോപ്പുകൾക്കൊക്കെ കൊടുക്കുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മുടെ നീം, തുളസി, അതിനൊക്കെ നമുക്ക് ഇത് ഓരോ ഡ്രോപ്പോ അല്ലെങ്കിൽ 2 ഡ്രോപ്പോ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമ്മൾ ഏത് സോപ്പ് ഉണ്ടാക്കുമ്പോഴും കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ കളർ കുറച്ച് കഴിയുമ്പോഴേക്കും ഫെയ്ഡായി പോവും. പക്ഷെ അതിന് കേടൊന്നും വന്നിട്ടായിരിക്കില്ല. പക്ഷെ നമ്മളൊരു കസ്റ്റമറിന് ഒരു ഐറ്റം കൊടുക്കുമ്പോൾ അതിൻ്റെ കളർ പോവുകയാണെങ്കിൽ അവർക്ക് അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് തോന്നും. അപ്പോൾ നമ്മൾ എന്തായാലും ഇതുപോലെ കളർ ആഡ് ചെയ്തിട്ട് കൊടുത്തോളൂ കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ റെഡ് കളറാണ്. റെഡ് ദേ ഈ ഒരു കളറിലാണ് കേട്ടോ നമുക്ക് വരിക. നല്ല ഡാർക്ക് റെഡ് കളറാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ബ്ലൂ കളറാണ്. ബ്ലൂ കളർ നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യാനായിട്ട് നല്ലതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ബ്ലൂ കളർ വരുന്നത്. നല്ല ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ചോക്ലേറ്റ് കളറാണ്. ചോക്ലേറ്റ് കളർ നമ്മൾ കോഫിയുടെ സോപ്പിനൊക്കെയാണ് കൂടുതൽ ആഡ് ചെയ്യാറ്. ഏകദേശം സാൻഡൽ കളറും ചോക്ലേറ്റ് കളറും സെയിം ആയിട്ട് നമുക്ക് തോന്നും കേട്ടോ. പക്ഷെ ചോക്ലേറ്റ് കുറച്ചുകൂടെ ഡാർക്ക് കളറാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ യെല്ലോ കളറാണ്. യെല്ലോ കളർ നമ്മൾ ലെമണിൻ്റെ സോപ്പിനൊക്കെ കൊടുക്കുന്ന കളറാണ് കേട്ടോ. ലെമൺ, അതുപോലെ തന്നെ നമുക്ക് യെല്ലോ കളറിൽ വരുന്ന മഞ്ഞൾ സോപ്പ്, അതിനൊക്കെ നമുക്ക് യെല്ലോ കളർ കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ യെല്ലോ കളർ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് പിങ്ക് ആണ് കേട്ടോ. പിങ്ക് തേന എൻ്റെ കയ്യിലൊക്കെ ആയിട്ടുണ്ട്. നല്ല ഡാർക്ക് പിങ്ക് കളറാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പിങ്ക് കളർ വരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഓറഞ്ച് കളറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്യാരറ്റിൻ്റെ സോപ്പിലേക്കൊക്കെ ഈ ഓറഞ്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാരറ്റിൻ്റെ ജ്യൂസ് ആഡ് ചെയ്താലും ഇതുപോലെ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എക്സ്ട്രാക്റ്റുകൾ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ കളറുകൾ ആഡ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ, ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കളേഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷെയ്ഡുകൾ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കളേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ ഞാനിവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് വീട്ടിലെത്തുന്ന രീതിയിൽ നമ്മൾ കൊറിയർ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. പോസ്റ്റ് അല്ലെങ്കിൽ DTDC കൊറിയർ സെൻറ്റർ വഴിയാണ് കേട്ടോ നമ്മൾ അയക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഫ്രാഗ്രൻസ് ഓയിലുകൾ, അതുപോലെ എക്സ്ട്രാക്റ്റുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്ത് പരിചയപ്പെടുത്തി തരാം നമ്മുടെ കയ്യിലുള്ള ഓരോ ഫ്രാഗ്രൻസുകളും അതുപോലെ തന്നെ എക്സ്ട്രാക്റ്റുകളൊക്കെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കളേഴ്സ് വരുന്നത്. അപ്പോൾ കളേഴ്സ് വേണ്ടവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ സോപ്പ് ഉണ്ടാക്കുന്നവരാണെങ്കിൽ എന്തായാലും കളർ യൂസ് ചെയ്ത് സോപ്പ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ബൈ.